നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമകളിലൂടെ മലയാളിയെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ളവരാണ് മുകേഷും ധർമ്മജനും. രാഷ്ട്രീയത്തിലൂടെയും ജനങ്ങളെ ചിരിപ്പിക്കാമെന്ന് വെച്ച് രണ്ടുപേരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. മുകേഷിനെ ഭാഗ്യം തുണച്ചു. എന്നാൽ ധർമ്മജനെ ഭാഗ്യം അത്ര തുണച്ചില്ല. പിതാവ് ഒ മാധവൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒഴിച്ചാൽ മുകേഷ് ഒരു CPM കാരനായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സഹയാത്രികൻ പോലുമായിരുന്നില്ല. മുകേഷിനേക്കാൾ രാഷ്ട്രീയ ബന്ധവും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത് സഹോദരി സന്ധ്യ രാജേന്ദ്രനായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് മുകേഷ് SFI അംഗമായിരുന്നു. അതിനപ്പുറം ഒരു പ്രവർത്തകൻ എന്ന് പോലും പറയാനാകുമായിരുന്നില്ല. അന്ന് ഒരു അടിച്ചുപൊളി ജീവിതത്തോടായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അധികം താമസിക്കാതെ ബലൂൺ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ഇതുതന്നെയായി താവളം. CPM വിഭാഗതയിൽ കൊല്ലം VSന്റെ ഒരു കോട്ടയായിരുന്നു. വിഭാഗീയ യുദ്ധത്തിൽ കൊല്ലം കൈപ്പീടിലാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞെങ്കിലും ഒരാളെ മാത്രം മെരുക്കിയെടുക്കാനായില്ല. കൊല്ലത്തിൻ്റെ തൊഴിലാളി വർഗ ബോധത്തിൽ ജനിച്ചു വളർന്ന് എല്ലാ സംശുദ്ധിയോടെയും ഒരു സഖാവിൻ്റെ ജീവിതം നയിച്ചിരുന്ന PK ഗുരുദാസൻ മാത്രം പിണറായിക്കൊപ്പം എത്തിയില്ല. VSന്റെ തകർച്ചയിലും അദ്ദേഹത്തോടൊപ്പം കൊല്ലത്ത് തലയുയർത്തി നിന്നു. 2011 കൊല്ലം MLA ഗുരുദാസനായിരുന്നു. 16 MLA ആകേണ്ടത് ഗുരുദാസൻ തന്നെയായിരുന്നു. ഗുരുദാസിനെ കൊല്ലം സീറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് മുകേഷിനെ കൊണ്ടുവന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മുകേഷ് ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചു. MLA ആയി ഗുരുദാസിനെ കണ്ട് ശീലിച്ച കൊല്ലംകാർക്ക് മുകേഷിൻ്റെ രീതികൾ അത്ര ദഹിച്ചില്ല. എങ്കിലും പാർട്ടിക്കൂറിൻ്റെ പേരിൽ അവർ മിണ്ടിയില്ല. 2021 വീണ്ടും മുകേഷ് സ്ഥാനാർത്ഥിയായി. മനസ്സില്ല മനസ്സോടെ അത്തവണയും കൊല്ലംകാർ മുകേഷിനെ ജയിപ്പിച്ചു വിട്ടു. 24 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ എന്ന ജനകീയതിനെതിരെ പാർട്ടി മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി. ഇത്തവണ പാർട്ടി സ്നേഹം പോലും മറന്ന് ജനം പ്രതികരിച്ചു. 1.5 ലക്ഷം വോട്ടിന് മുകേഷ് പരാജയപ്പെട്ടു. പയ്യെ മുകേഷ് രാഷ്ട്രീയത്തോടും രാഷ്ട്രീയം മുകേഷിനോടും അകന്നു. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടോ എന്തോ ഇക്കുറി മത്സരിക്കേണ്ടെന്ന് സ്വയം തീരുമാനിച്ചു. മത്സരിക്കാൻ താല്പര്യപ്പെട്ടാൽ പോലും പാർട്ടി സീറ്റ് കൊടുക്കുമായിരുന്നെന്നും തോന്നുന്നില്ല. ഏറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചു വളർന്ന ധർമ്മജൻ ബോൾഗാട്ടി ചെറുപ്പം മുതലേ കോൺഗ്രസ് അനുഭാവിയായും പ്രവർത്തകനുമായിരുന്നു. മിമിക്രി രംഗത്തെത്തിയപ്പോൾ പ്രാരാബ്ദങ്ങൾക്കിടയിൽ പാർട്ടിയിൽ നിന്ന് മെല്ലെ അകന്നു. മിമിക്രിയിൽ നിന്ന് സിനിമാ രംഗത്തെത്തിയപ്പോൾ പിന്നെ രാഷ്ട്രീയ ചിന്തകൾക്ക് സമയവും ഇല്ലാതായി. അങ്ങനെ ഇരിക്കെയാണ് 2021 ചില കോൺഗ്രസ് നേതാക്കൾ ബാലുശ്ശേരിയിൽ മത്സരിക്കാമെന്ന് ധർമ്മജനോട് ചോദിച്ചത്. ധർമ്മജൻ സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ബാലുശ്ശേരിക്കാർ ധർമ്മജനെ തുണച്ചില്ല. പരാജയപ്പെട്ടു. ആ പരാജയത്തിലുള്ള കയ്പ് കൊണ്ടാകാം ധർമ്മജനും ഇത്തവണ മത്സരത്തിനില്ലെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. താൻ മത്സരത്തിനില്ലെങ്കിലും രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായാൽ താൻ ഫുൾ ടൈം പ്രവർത്തന രംഗത്തുണ്ടാകുമെന്നാണ് ധർമ്മജൻ നൽകുന്ന ഉറപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.